തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് വിവാദം വരികയാണ്. അങ്ങനെ പയ്യന്നൂരിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ഒരു മുതിർന്ന നേതാവിനെ പുറത്താക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരം തലസ്ഥാനത്തും ഇങ്ങനെ ഒരു വിവാദം തലപൊക്കുന്നത്. RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ കുടുംബം പാർട്ടി വിടുകയാണെന്ന പ്രഖ്യാപനം നടത്തുന്നു. സഹോദരൻ വിനോദാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച മുൻ ലോക്കൽ സെക്രട്ടറി ടി രവീന്ദ്രൻ നായരെ CITU ജില്ലാ സെക്രട്ടറിയാക്കിയെന്നും കുടുംബം പറയുകയാണ്. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് പാർട്ടി. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് AK സ്റ്റെഫിൻ വിശദീകരിക്കും. സ്റ്റെഫിൻ, പയ്യന്നൂരിലെ സംഭവത്തിൽ പാർട്ടി അടിമുടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങനെ ഒരു വിവാദം വരുന്നപ്പോൾ വിഷ്ണു, നമുക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പാസ്പോർട്ട് ഓഫീസിന് മുൻപിൽ നടന്ന ഒരു കൊലപാതകമാണ്. പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടയാളാണ്. ആ ഫണ്ടും പുട്ടടിച്ചോ? അതിഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ എവിടെയാണ് ആ കൊലപാതകം നടന്നത്, ആരാണ് ആ കൊല ചെയ്തതെന്നുള്ളതും വ്യക്തമാകണം. RSSൻ്റെ കൊലക്കത്തിക്ക് ഇരയായി മരിച്ച ആളാണ് വിഷ്ണു. നമ്മൾ ഓരോ ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രക്തസാക്ഷി പ്രമേയം വായിക്കും, വിഷ്ണുവിൻ്റെ പേരെടുത്ത് പറയും, പുഷ്പാർച്ചന നടത്തും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രം തിരുവനന്തപുരത്ത് തന്നെ. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ വിനോദിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം മുഴുവൻ ആ പാർട്ടിക്കാരാണ്. അങ്ങനെ ഒരാളാണ് വന്നിട്ട് പരസ്യമായി ഇത്തരത്തിൽ അവരുടെ ആ ഒരു ദുര്യോഗം പറയുന്നത്. അത് സ്റ്റെഫിൻ, ഒരു കാര്യം, വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായിട്ടുള്ള തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കരുത്തുറ്റ ഒരു ഏരിയ കമ്മിറ്റിയാണ്. പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ ശിവൻകുട്ടിയടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഈ പരിസരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ഏകോപനം നടത്തിയിട്ടുള്ള വ്യക്തികളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കട്ടുമുടിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തകർക്ക് പോലും പോട്ടെ, പ്രവർത്തകരല്ല ഉന്നയിക്കുന്നത്, എതിരാളികൾ ആരുമല്ല ഉന്നയിക്കുന്നത്. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഒരു ഓഡിറ്റും ഈ വിഷയത്തിൽ നടന്നിട്ടില്ലേ? മുൻപ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, വിനോദ് പറയുന്നത്, മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടുകൊണ്ട് അങ്ങനെ ആരോപണ വിധേയനായ രക്തസാക്ഷി ഫണ്ട് ദുർവിനിയോഗം ചെയ്ത ഒരാളെ വീണ്ടും തിരിച്ച് പാർട്ടിയുടെ പ്രധാന ചുമതലകളിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ CITUവിൻ്റെ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് നിസ്സാരമായി കാണുന്നതിന് വേണ്ടി ഏതായാലും പാർട്ടി നേതൃത്വം സ്മരണയാണോ അത്? അങ്ങനെ തന്നെയല്ലേ വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ടല്ലേ 50 വർഷം പാർട്ടിക്ക് വേണ്ടി നിന്ന ഒരു കുടുംബം ആ പാർട്ടി വിടുകയാണെന്ന് പരസ്യമായി തന്നെ പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് വഞ്ചൂരിൽ നിന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇനി പാർട്ടിയിൽ നിന്ന് നേരിടാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അതെല്ലാം തരണം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആ ഒരു കുടുംബം തന്നെ പറയുന്നത്, ഒരു രക്തസാക്ഷി കുടുംബം തന്നെ പുറത്തു വന്ന് പറയേണ്ടത്. നേരത്തെ ഈ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ അല്ലല്ലോ, ഇതൊരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നൊരാൾ വന്ന് ഇത് പറയുമ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പയ്യന്നൂരിൽ കണ്ണൂരിൽ ഉണ്ടായിരുന്ന ആ ഒരു വിവാദം അവിടെ തന്നെ ഒരു രാഷ്ട്രീയ യോഗം വിളിച്ചുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. കാരണം രക്തസാക്ഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിവൈകാരികമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഏത് സമ്മേളനമായിക്കോട്ടെ, നമ്മളൊക്കെ CPM-ന്റെ പല സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ. അവിടെ ആദ്യം ഈ സമ്മേളനം തുടങ്ങുന്നത് തന്നെ എന്താണ്? രക്തസാക്ഷി പ്രമേയം വായിച്ചുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ സിറ്റിംഗ് MLA-മാർ ഏറ്റവും കൂടുതൽ ഉള്ള CPM-ന്റെ ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പാർട്ടിക്ക് അവമതിപ്പെന്ന് പറഞ്ഞ രക്തസാക്ഷിയുടെ കുടുംബത്തിലേക്ക് കൈയിട്ട് വാരുന്ന പണിയാണ് കാണിച്ചിരിക്കുന്നത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ആളുകളല്ല വന്ന് മാധ്യമങ്ങളെ കാണുന്നത്. ഈ രക്തസാക്ഷി കുടുംബത്തിലെ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ സഹോദരനാണ് വന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവരുമായി ആശയവിനിമയം നടത്താൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുവല്ലോ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു രക്തസാക്ഷി ഫണ്ട് ഇങ്ങനെ ഇട്ടിട്ട് തട്ടിക്കൊണ്ടു പോകുക, അത് തന്നെ CPM-ന്റെ എക്കാലത്ത് ഒരു ഗതികേടാണ്. ഇക്കാര്യത്തിൽ ഒരു മുതിർന്ന നേതാക്കന്മാരാരും ഇതിലൊന്നും ഇടപെടാനോ ഗൗരവം കാട്ടിയിട്ടില്ല എന്നാണോ നമ്മൾ സംശയിക്കേണ്ടത്? ഏതായാലും ജില്ലാ സെക്രട്ടറി വി ജോയ് ഇതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. നിയമസഭയിൽ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ അടിസ്ഥാനരഹിതമാണ് ഈ വിനോദിന്റെ ആരോപണം എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കണക്ക് പറയുമോ പാർട്ടി? ഇവിടെ കണ്ണൂർ ചോദിക്കുമ്പോൾ കണക്ക് എവിടെ സഖാവ് എന്ന് ചോദിക്കുമ്പോൾ അത് പാർട്ടി നോക്കിക്കൊള്ളാം, പൊതുജനം അറിയേണ്ട. അപ്പോൾ ഈ കണക്കിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ഓഡിറ്റ് നൽകാൻ ഈ ജില്ലാ കമ്മിറ്റി തയ്യാറാകുമോ, മുതിരുമോ? ഇനി ഏതായാലും ഒരു സുതാര്യമായ രീതിയിൽ മാത്രമേ ഈ ഒരു വിഷയത്തെ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് സമൂഹത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു മെസ്സേജാണ്. അത് തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ആ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ തന്നെ പ്രധാന
പങ്കുവഹിച്ചിട്ടുള്ള ഒരു വൈകാരികമായൊരു സംഭവമാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ പാർട്ടി ഇനി സുതാര്യമായ ഒരു ഇടപെടൽ നടത്തേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. ഒരു കാര്യം കൂടെ, ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു, പിന്നീട് അത് മാറ്റിവെച്ചു. ഇതുവരെ ഏതായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി തയ്യാറല്ല. ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഈ മന്ത്രി ശിവൻകുട്ടിക്കടക്കമുള്ള നേതാക്കൾക്കുണ്ടാകും. തീർച്ചയായും. അപ്പോൾ പരമ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഒരു രക്തസാക്ഷിയായിട്ട് മാറിയ ഒരു വ്യക്തിയുടെ ആ ഫണ്ട് എവിടെ പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുടുംബത്തിന് ഉത്തരം നൽകുന്നില്ല. ആ കുടുംബം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു എന്ന ഒരു പരമഗതികേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെ CPM-ന്റെ തിരുവനന്തപുരത്തെ ജില്ലാ നേതാക്കൾ, ഈ ഏരിയ കമ്മിറ്റി കീഴിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ തലകുനിച്ച് നിൽക്കാതെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകണം എന്നുകൂടി പറയുക.